ഈ യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, അതുപോലെ ഞാൻ ആദരിക്കുന്ന ഗുരുസ്ഥാനീയരായിട്ടുള്ള നിരവധി പേർ, ഈ നിരവധി എന്ന വാക്ക് നമ്മൾ സാധാരണ ശീലം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒട്ടേറെ ആളുകൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ജോലി ഏതാണ്ട് രാജൻ ഡോക്ടർ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായി. കാരണം ഇതിലെ കവിതകളെക്കുറിച്ച് അദ്ദേഹം വിസ്തരിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കവിതയെ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് കവിത എന്നുള്ളത് പലപ്പോഴും പരിചയപ്പെടുത്തുന്ന ആളെയും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിലെ കവിതയെ പരിചയപ്പെടുത്തുമ്പോൾ കാരശ്ശേരി മാഷിൻ്റെ അവതാരിക ഞാനിതിൽ വായിച്ചിട്ടുണ്ട്. അവതാരികയിൽ മാഷ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, മാഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. കവിതയെ നമുക്ക് പല നിലയിൽ സമീപിക്കാം. എല്ലാ കവിതകളും ലോകോത്തരമായ കവിതകൾ ആകണമെന്നില്ല. എല്ലാ കവിതകളെയും ലോകോത്തര കവിതകളുമായി താരതമ്യപ്പെടുത്തിയല്ല നാം കാണേണ്ടതും എന്നും അറിയാം. കവിതയെക്കുറിച്ചുള്ള എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം, ഇന്ത്യൻ കാവ്യാചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള ക്ഷേമേന്ദ്രൻ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്: ഔചിത്യമാണ് അലങ്കാരം, ആ അലങ്കാരമാണ് കവിത എന്നാണ്. ഉചിതമായി പറയപ്പെടുന്ന വാക്കാണ്, ഉചിതമായി ഉച്ചരിക്കപ്പെടുന്ന വാക്കാണ് കവിത എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഔചിത്യം വാക്കിൽ മാത്രമല്ല ജീവിതത്തിലും ഉണ്ടാകും. അങ്ങനെ ജീവിതത്തിന് ആ ഔചിത്യം കൈവരുമ്പോഴാണ് ജീവിതവും ഒരു കവിതയായി മാറിത്തീരുന്നത് എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് കവിത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ചോറോട്ടെ കടൽ തീരത്ത് കടൽ ഭിത്തിക്കിടയിൽ അകപ്പെട്ടുപോയ 14കാരൻ 7 വയസ്സുകാരനെ മാടി വിളിച്ചിട്ട്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്, നീ വീട്ടുകാരോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയിട്ട് അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച ആ 7 വയസ്സുകാരൻ്റെ പ്രവൃത്തിയാണ് കവിത എന്ന് ഞാൻ വിചാരിക്കും. അവിടെ തിങ്ങിക്കൂടിയ ആളുകളിൽ പല ആളുകളും 2 മണിക്കൂറായിട്ടും എന്താണ് രക്ഷാപ്രവർത്തനം ഇത്ര വൈകുന്നത് എന്ന് ചിലരെങ്കിലും രോഷം കൊള്ളുമ്പോൾ, ആളുകൾ പല രീതിയിൽ ബഹളമുണ്ടാക്കുമ്പോൾ അല്പം ശ്രദ്ധ തെറ്റിയാൽ, ഒരു കല്ല് അതിൻ്റെ താങ്ങൊന്നു മാറിയാൽ ആ കുഞ്ഞിന് അപകടകരമായി തീരുന്ന അവസ്ഥയിൽ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന, ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നയാൾ ആളുകളുടെ ബഹളം കൊണ്ടൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവിടെ കൂടിയ 100 കണക്കിന് ആളുകളോട് ഇങ്ങനെ പലതും പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ആളുകളോട്, നിങ്ങളുടെ ഒച്ച കാരണം ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നയാൾക്ക് നിർദ്ദേശങ്ങൾ കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ആളുകളും ഒരൊറ്റ കുഞ്ഞിനെ പ്രതി ഒരു ജീവനെ രക്ഷിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ എല്ലാ ആളുകളും നിശബ്ദരായി നിന്നപ്പോൾ ആ നിശബ്ദതയാണ് കവിത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജ്യോതി പുല്ലനാട്ട് എന്ന് പറയുന്ന ഒരു കവി, ഒരു എഴുത്തുകാരൻ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് അതിനെയൊക്കെ അക്ഷരമാക്കി മാറ്റിയെടുത്തിട്ട് തൻ്റെ പൊള്ളലുകളെ, അഥവാ അർഭകർ ഔഷധങ്ങൾ താൻ എന്ന് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പറയുന്നുണ്ട്. നരജീവിതമായ വേദനയ്ക്ക് ഒരു മട്ടർഭകർ ഔഷധങ്ങൾ താൻ, മക്കൾ അതിനുള്ള ഔഷധങ്ങളാണ് എന്ന് പറയും. കവിത അതുപോലെയാണ്, ചിലപ്പോൾ അതിന് പകരം നിൽക്കുന്നതാണ്. അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തെ, നരജീവിതമാകുന്ന സങ്കടങ്ങൾ, പലതരം സങ്കടങ്ങൾ, നേരത്തെ പറഞ്ഞു അദ്ദേഹം ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥയൊക്കെ അതിജീവിച്ചത് എങ്ങനെയാണ് എന്ന് ഗോപിമാഷ് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അതിജീവിക്കാൻ വേണ്ടി അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചതൊരു കവിതയാക്കി ഇങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ആ സ്നേഹത്തിൻ്റെ പേരിൽ, കവിതയുടെ പേരിൽ ഇവിടെ ഇങ്ങനെ ഒത്തുകൂടി ഈ കവിതയുടെ അനുഭവം പങ്കുവെക്കാൻ ഇരിക്കുന്നു എന്നുള്ള ഈ ഇരിപ്പാണ് കവിത എന്ന് ഞാൻ പറയും. ഞാനിത് പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്, ഞാനത് അവസാനം പറയും. ഈ കവിത പ്രകാശിപ്പിക്കുമ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും 2 ആളുകൾ, പി ആർ നാഥ് മാഷും എൻ്റെ അധ്യാപകൻ കൂടിയാണ് ലാൽ മാഷ്,
പ്രിയദർശൻ ലാൽമാഷൊക്കെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത്. അത് മാത്രമല്ല, മിഴിയിലെന്തേ മിന്നി കന്നിമോഹ തുഷാരം, മൊഴികളെന്തേ ചൊല്ലി വെണ്ണിലാവിൻ ഗീതം എന്ന് എഴുതിയിട്ടുള്ള ഒരു കവി കെ ഗോപി അത് പ്രകാശിപ്പിക്കുക എന്നുള്ളത്. കണ്ണുകളിൽ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കടന്നു വന്നിട്ടുള്ള ജീവിത പ്രതികൂല അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പലരും മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരാളുടെ കവിത പ്രകാശിപ്പിക്കുന്നത് മിഴികളിൽ കന്നിമോഹത്തിൻ്റെ ആദ്യ പ്രണയത്തിൻ്റെ മഞ്ഞുതുള്ളിയുടെ തിളക്കത്തെ ദർശിച്ചിട്ടുള്ള ഒരു കവിയാണ്. ജീവിതത്തെ ഇത്രമേൽ ഗാഠമായി, ഇത്രമേൽ പ്രതീക്ഷാ നിർഭരമായി കാണുന്ന ഒരു കാഴ്ചയെ കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. മൊഴികളെന്തേ കൊഞ്ചി വെണ്ണിലാവിൻ്റെ ഗീതം എന്ന് പാടിയിട്ടുള്ള ഒരു കവി. അദ്ദേഹം അത് പ്രകാശിപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് വടകരയിൽ എത്രയോ മനുഷ്യ ജീവിതങ്ങളെ ഈ ഭൂമിയിലേക്ക് ഒരു ഭിഷഗ്വരൻ ഡോക്ടർ എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം ഒരു വിശുദ്ധ പൂജാരിയുടെയൊക്കെ അത്തരമൊരു വിശുദ്ധിയോടെയും ഈ മണ്ണിലേക്ക് എത്രയോ ജീവിതങ്ങളെ ആനയിച്ചിട്ടുള്ള രാജൻ ഡോക്ടർ അതൊരു മനുഷ്യ ജീവിതത്തെ ഏറ്റുവാങ്ങുന്നത് പോലെ ഒരു കവിതയെ ഏറ്റുവാങ്ങുക എന്നുള്ളത് കവിത തലമുറകളെ നയിക്കാനുള്ളൊരു പ്രകാശം കൂടിയാണ്. ആ പ്രകാശത്തെ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും അതിലും ഒരു കവിതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കവിതയുടെ സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ കവിതയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ചടങ്ങിനെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള ഒരു കവിതയായി മാറിത്തീരുക എന്നുള്ളതിനെ സ്വപ്നം കാണുന്ന ഒരു കവിയാണ് ജ്യോതി പുല്ലനാട്. അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലൊക്കെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ കവിതകളിലൊക്കെ തന്നെ ആ രീതിയിലുള്ള സമത്വത്തെക്കുറിച്ച്, അത്തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച്, വേദനിപ്പിക്കുന്ന സ്നേഹരാഹിത്യത്തെക്കുറിച്ച്, ജീവിതം ഇരുണ്ടുപോകുന്നതിനെക്കുറിച്ച്, ഇരുണ്ടുപോകുന്ന ജീവിതം എങ്ങനെ മഴവില്ല് പോലെ മനോഹരമായി തീരണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ഈ കവിത നിറയും ഉള്ളത്. ആ രീതിയിൽ ഈ കവിത ജീവിതത്തെ കവിതയാക്കി മാറ്റാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വാക്കുകളെ ജീവിപ്പിക്കുന്ന കവിതയാണ് എന്നാണ് ഒന്നാമതായി ഈ കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത്. ഈ കവിതയുടെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ അതാണ് കവിത എന്ന് ഞാൻ പറയും. ഇനി ഇതിലെ 3-4 കവിതകളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇതിലെ വിതുമ്പുന്ന മൗനം എന്ന് പറയുന്ന കവിത രാജൻ ഡോക്ടർ അത് സൂചിപ്പിക്കുകയുണ്ടായി. പേര് വിളിക്കാനറിയാത്ത മൗനം, പേനതൻ തുമ്പിൽ വഴങ്ങാത്ത മൗനം, പേമാരിയാകാൻ തുടിക്കുന്ന മൗനം എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊരുതി മരിക്കാൻ കൊതിക്കുന്ന മൗനം. നമ്മളെല്ലാം ഇന്നു ഭാഷയിൽ അപൂർണമിങ്ങാഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ എന്ന് ആദ്യം കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പരിപൂർണമായി നിവേദിക്കാൻ, വേറൊരാളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ്. നമുക്കൊരാളോട് ഇഷ്ടമാണ് എന്ന് പറയാം. എത്രത്തോളം ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇത്ര ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടത്തെ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ വെമ്പലിൽ നിങ്ങൾക്കുള്ളിലുള്ളതിനെ ആവിഷ്കരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ചിന്തയ്ക്കും അയാളുടെ പേനയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മൗനമുണ്ട്. അതൊരു വല്ലാത്ത മൗനമാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു മൗനമാണ്. ഇത് എഴുത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം അത്തരം മൗനത്തിൻ്റെ സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പല കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മൗനങ്ങൾ പെരുകി വരുന്ന സന്ദർഭം കൂടിയാണ് എന്നാണ്. കേൾക്കാനാവാത്ത കാതിൻ്റെ മൗനം, എഴുതാൻ വിറയ്ക്കുന്ന വിരലിൻ്റെ മൗനം ആണ്. എഴുതണമെന്നുണ്ട്, ഉള്ളിൽ ആശയങ്ങളുമുണ്ട്, പക്ഷേ അതിനെ കൈവിരലിലൂടെ പേനയിലൂടെ ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ജീവിത സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ. ഇങ്ങനെ നീറുന്ന മൗനങ്ങളും പേറി വിങ്ങിക്കഴിയുമെൻ ജീവിത മൗനം എന്നുള്ളത് കവിയുടെ മൗനമല്ല, മറിച്ച് ജീവിതത്തിൽ പലതും ആവിഷ്കരിക്കാനുണ്ടായിട്ടും അതിനെ ആവിഷ്കരിക്കാൻ എഴുത്തായി, വാക്കായി, പ്രവൃത്തിയായി ഇതിനെയൊന്നും ആവിഷ്കരിക്കാനാവാതെ അത് നമ്മുടെ തന്നെ ഉള്ളിലിട്ട് വിങ്ങൽ അനുഭവിക്കുന്ന മനുഷ്യനെ നമുക്ക് ഈ മൗനത്തിനകത്ത് കാണാൻ സാധിക്കും എന്നാണ്.
ആ രീതിയിൽ മനുഷ്യനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൗനത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ് ആ കവിത എന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് ആ കവിതയെ വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നിങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. പ്രയാണം എന്നുള്ള കവിത, പ്രയാണം എന്നുള്ള വാക്കിന് സഞ്ചാരം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതിനെ നമുക്ക് പ്രയാണം, ജീവിതം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പ്രയാണത്തെ വായിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു, നിങ്ങൾ സൂര്യനെപ്പോലെ ജ്വലിക്കുന്നു, നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നു എന്നുള്ളത് ഏതൊരു കവിയും കവിതയും ഒക്കെ വായനക്കാരിലേക്ക് മറ്റൊരാളിലേക്ക് സന്നിവേശിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പരിശ്രമവും അങ്ങനെ തന്നെയല്ലേ? മറ്റൊരാളിലേക്ക് സന്നിവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് അനുകമ്പ എന്നൊക്കെ പറയുന്ന നാരായണ ഗുരുവൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനുകമ്പയായി നാരായണ ഗുരു ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അനുകമ്പയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവർണർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സവർണരെക്കുറിച്ച് നിങ്ങൾ അവരിതെല്ലാം നടപ്പിലാക്കുന്ന ആളുകളാണെന്ന് ധരിക്കാൻ പാടില്ല. കാരണം അവരും ഒരേ വ്യവസ്ഥയുടെ, കാരണം ഒരാശയഗതിയുടെ അങ്ങനെ ശീലിപ്പിക്കപ്പെട്ട ആളുകളായതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് എന്ന്. അതുകൊണ്ട് അവരെയും അനുകമ്പയോടുകൂടി കാണണം എന്ന് പറയുന്നുണ്ട്. ഈ അനുകമ്പയിലൂടെ മറ്റാളുകളിലേക്ക് സന്നിവേശിക്കാൻ സാധിക്കുക എന്നുള്ളത്, അങ്ങനെ സന്നിവേശിക്കാനാകുമ്പോൾ അവർ സൂര്യനെപ്പോലെ തിളങ്ങുക, നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുക. ആ തിളക്കമാണ് എൻ്റെ കവിത എന്ന്, ആ തിളക്കമാണ് എൻ്റെ ജീവിതം എന്ന്, അപ്പോഴാണ് ആ ജീവിതം കവിതയായിത്തീരുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് ആ വായനയെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും. അത്തരമൊരു കവിതയാണ് ഇതിലെ പ്രയാണം എന്ന് പറയുന്ന കവിത. അതുകൊണ്ട് അപരനാകാൻ ശ്രമിക്കുക എന്നുള്ളത്, അപരനെ അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, അപരൻ്റെ ജീവിതത്തെ അറിയാൻ കഴിയുക, അപരൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, അപരൻ്റെ ജീവിതത്തെ നക്ഷത്രത്തെ പോലെ തിളക്കമുള്ളതാക്കി മാറ്റി തീർക്കാൻ സാധിക്കുക. അപ്പോൾ അവൻ്റെ ജീവിതം കവിത പോലെ തിളങ്ങുന്നതായി, പ്രകാശമാനമായി ആകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പകർച്ചയാണ് വാസ്തവത്തിൽ കവിത എന്ന് പറയുന്നത്. അവരവരെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് അവരെ നക്ഷത്രം പോലെ തിളക്കമുള്ളവരാക്കി മാറ്റി തീർക്കുന്ന പകർച്ചയാണ് കവിത. അതുകൊണ്ടാണ് ഒരു കവിത വായിക്കുമ്പോൾ ആളുകൾ ഇവിടെ വന്നിട്ട്, PK ഗോപി മാഷ് ഇവിടെ വന്ന് കവിത സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ തിളക്കം നിങ്ങളുടെ കേൾക്കുന്ന ആളുകളുടെ മുഖത്തുണ്ടാകുന്നത്, അവരുടെ കണ്ണിലുണ്ടാകുന്നത് ഈ കവിത അങ്ങനെ പകരുകയും ആ കവിതയുടെ പകർച്ച ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ദ്യുതി അല്ലെങ്കിൽ പ്രകാശമുണ്ടാവുകയും നമുക്ക് തിളക്കമുണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതിന് സാധിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയാണം എന്ന കവിതയെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലെ ഇങ്ങനെ എല്ലാ കവിതകളെയും അങ്ങനെ എടുത്തു പറയണം എന്ന് വിചാരിക്കുന്നില്ല. ആ രീതിയിൽ വായിക്കാവുന്ന നിരവധി കവിതകൾ. അതുപോലെ ജീവിതത്തിൻ്റെ കറുപ്പ്, ഇതിൻ്റെ നേർ വിപരീതമാണ് ജീവിതത്തിൻ്റെ കറുപ്പ് എന്ന് പറയുന്നത്. ആ കറുപ്പ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നും നമ്മുടെ ജീവിതം അങ്ങനെ കറുത്തു പോകുന്നത് എങ്ങനെയാണെന്നും ഈ കറുപ്പിൽ നിന്ന് ഇടറി കുതിച്ച് മോചനം നേടേണ്ടതാണ് എന്നുമൊക്കെ പറയുന്നൊരു കവിതയാണ് കറുത്ത സൂര്യൻ എന്ന് പറയുന്ന കവിത. ഇറുത്തെറിഞ്ഞ പൂവ് എന്ന് പറയുന്ന കവിത. ഇങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെയും, കറുപ്പും വെളിച്ചവും അല്ലെങ്കിൽ ഈ ഇരുട്ടും പ്രകാശവും ജീവിതത്തിൻ്റെ തന്നെ രണ്ട് അവസ്ഥകളാണ്. ഈ രണ്ട് അവസ്ഥകളെയും മാറി മാറി ആവിഷ്കരിക്കുമ്പോഴും മനുഷ്യനും കവിതയും ഒക്കെ സഞ്ചരിക്കേണ്ടത് വെളിച്ചത്തിലേക്കാണ്, പ്രകാശത്തിലേക്കാണ്, നക്ഷത്രത്തിളക്കത്തിലേക്കാണ്, ആഹ്ലാദത്തിലേക്കാണ്, അവരനിലേക്ക് പകർന്നു വെക്കുന്ന ജീവിതത്തിലേക്കാണ് എന്ന സന്ദേശം ഈ കവിതയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതം തന്നെയാണ് കവിത എന്ന്. അങ്ങനെ കവിതയായിത്തീരുന്ന ജീവിതത്തെ സ്വപ്നം കാണുന്ന കവിതകളാണ് ഇതിലുള്ള കവിതകൾ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി ഒറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചില്ലെങ്കിൽ അതൊരു അപൂർണതയായി പോകുമെന്നുള്ളത് കൊണ്ട് അതുകൂടി പറയുകയാണ്. ഇതിലെ കുഞ്ഞുണ്ണി കവിതകളെന്നും ഹൈക്കു കവിതകളെന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒട്ടേറെ കവിതകൾ, അത്തരം കവിതകൾ കൂടി ഇതിനകത്തുണ്ട്. അങ്ങനെ ഉള്ള ഒരു കവിതയാണ് വാക്ക് എന്ന് പറയുന്ന കവിത. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടത് 1000 വാക്കുകളാൽ വീണ്ടെടുക്കാനാവില്ല. കരൾ പൊട്ടിച്ച് സ്നേഹമുടയ്ക്കുന്ന വാക്ക്, മനസ്സിൽ വാൾമുനയേറ്റു പിടയുന്ന വാക്ക്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിൽ ചില പരാമർശങ്ങൾ കാണാം. ചിദംബര സ്മരണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്തും കാണാം. എന്ന് അച്ഛനാട്ടിയ ഒരാട്ട് ലോകത്തിൻ്റെ അങ്ങേ തലക്കലോളം തന്നെ ഓടിച്ചു എന്നും ഇങ്ങനെ നിർത്താതെ ഓടിപ്പോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു വാക്കിന് എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിച്ചു എന്ന് ചുള്ളിക്കാട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ വാക്ക് എന്ന് പറയുന്ന കവിത.
അതുപോലെ ഏർ എന്ന് പറയുന്ന കവിത രാജൻ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു, നമ്മളിൽ പലരും ബോംബെറിഞ്ഞ് കേരളം നശിപ്പിച്ചു എന്ന കവിതയിൽ രാഷ്ട്രീയമുണ്ട്, വിമർശനമുണ്ട്, പരിഹാസമുണ്ട്, അതെല്ലാമുണ്ട്. വലിയ അർത്ഥവും ആ കവിതയിൽ ഉണ്ട്. അങ്ങനെയുള്ള പല കവിതകൾ, അലക്ക് എന്ന കവിത ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ നേര് എന്ന് പറയുന്ന മറ്റൊരു കവിതയുണ്ട്. നെറുകേടുകൊണ്ടാവില്ല നെറുകയിലെത്താൻ, നേർവഴി വേണം നമുക്ക്, നേരിൻ്റെ വഴി വേണം, നേരറിയാൻ ആർക്കും നേരമില്ലല്ലോ ഭൂമിയിൽ എന്ന്, നേരിൻ്റെ വഴിയിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ എന്നും, എന്നാൽ അതിനെ വിമർശനാത്മകമായി നേരറിയാൻ ആർക്കും നേരമില്ലാത്ത ഈ സന്ദർഭത്തെ വായിക്കുകയും ചെയ്യുമ്പോൾ ആ കവിത ഒരു രാഷ്ട്രീയ കവിത കൂടിയായി മാറിത്തീരുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഉള്ള ഹൈക്കു കവിതകൾ അല്ലെങ്കിൽ കുഞ്ഞുണ്ണി കവിതകൾ എന്നൊക്കെ വിളിക്കാവുന്ന കവിതകളും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇനി ഒരു കാര്യം, ഒരു പത്രവാർത്തയെ മുൻനിർത്തിയിട്ട് എഴുതിയ കവിതയൊക്കെ ഉണ്ട്. പത്രവാർത്തകളായിരിക്കുന്നിടത്തോളം കാലം അത് കവിതയാവുകയില്ല എന്നും, പത്രവാർത്തകൾക്കപ്പുറത്ത് അത് വലിയ അനുഭവമായി മാറിത്തീരുമ്പോൾ മാത്രമേ കവിതയായി മാറുകയുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കവിത കൂടിയാണ് അത്. ഇനി ഈ ഒരൊറ്റ കവിതയെ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. കാരണം ഇതെല്ലാം കവിതയെക്കുറിച്ചുള്ള ഈ വർത്തമാനങ്ങളൊക്കെ ഈ കവി തിരിച്ചറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 1000 തലയുള്ള കവിത എന്ന് പറയുന്ന കവിത. ചിന്തയുടെ ഗർഭപാത്രത്തിൽ നിന്നും കരഞ്ഞു പിറന്ന കവിത, 1000 തലയുള്ള കവിത, തലകളിൽ കണ്ണുള്ള കവിത, 1000 നാവുള്ള കവിത, തളരുന്ന നാവിൽ കരയുന്ന കവിത, കൈകളിൽ ഞെരിയുന്ന കവിത, ചങ്ങലക്കുള്ളിൽ പിടയുന്ന കവിത എന്നിങ്ങനെ മുഴുവൻ വായിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്ന കവിത എന്താണ് എന്നും, അതിൻ്റെ സർഗാത്മകതയുടെ, അതിൻ്റെ വായനയുടെ, അതിൻ്റെ അർത്ഥ നിർമ്മിതിയുടെ ഒക്കെ തലങ്ങളെ തിരിച്ചറിയുന്ന, അതിലൊക്കെയുള്ള പലതരം പ്രക്രിയകളെ, അതിൻ്റെ വൈവിധ്യങ്ങളെ അറിയുന്ന, അതിൻ്റെ രാഷ്ട്രീയത്തെ അറിയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കവിതയാണ് 1000 തലയുള്ള കവിത എന്നുള്ളത്. കൂടുതൽ വിശദീകരിക്കാൻ ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. അങ്ങനെയെല്ലാം ഉള്ള കവിതകളും ഈ കൂട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് ഈ കവിതയെ ആ രീതിയിൽ വായനക്കാർ സ്വീകരിക്കുക. അത്തരത്തിലുള്ള വായനകളിലൂടെ ഈ കവിതയെ വായനക്കാർ പൂരിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഒറ്റ കാര്യം അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, അതുകൂടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു നീതികേടായി പോകും. ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഘടനയും അതിലെ ചിത്രങ്ങളും, അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകിച്ച് ലാമിനേഷൻ, കവർ ഡിസൈനെ പറ്റി നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ കാലം, അതിൻ്റെ വിഹ്വലതകൾ, അതിൻ്റെ രാഷ്ട്രീയത്തെ ഒക്കെ ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. കവിതയുടെ പേരും ഒക്കെ, അങ്ങനെ ചില കാര്യങ്ങളും കൂടി പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ സ്വയം നിയന്ത്രിക്കുകയാണ്. ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഈ പുസ്തകത്തെ മനോഹരമാക്കിയെടുത്തിട്ടുള്ള നൗറ ബുക്സും തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിനും കവിക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട്, സ്നേഹമറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മലയാളിയുടെ കാവ്യ സൗഭാഗ്യം പ്രിയപ്പെട്ട ഗോപിയേട്ടൻ ആർ നാഥൻ സാർ, എന്നെയും ജ്യോതി പുള്ളിനാട്ടിനെയൊക്കെ മനോരമയുടെ ബാലജനസഖ്യത്തിലൂടെ മുന്നോട്ട് നയിച്ച ഗുരു തുല്യനായ പുറന്തോളത്ത് ഗംഗാധരേട്ടൻ, വേദിയിൽ ഒരുപാട് പേരുണ്ട്. സമയം വളരെ പരിമിതമാണ്. ഞാൻ ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്താൻ എത്തിയ ആളല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ജ്യോതി പുള്ളനാട്ട്. എൻ്റെ കൂടപ്പിറപ്പാണ് ജ്യോതി പുള്ളനാട്ട്. എങ്ങനെയാണ് ഞാനൊരു ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്താൻ? അതൊരു വല്ലാത്ത വാക്കാണ്. ഗ്രന്ഥകാരൻ അങ്ങകന്നു പോകും. ജ്യോതി എനിക്കതായിരുന്നില്ല. ഒരു 25 വർഷത്തോളമായി ജ്യോതിയും ഞാനുമായിട്ടുള്ളൊരു ബന്ധം ബാലയന സഖ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ, കവിതകൾ, പാട്ടുകൾ, എല്ലാ കളറുകളെയും നിറങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്ന ബേക്കിലൊരാളുണ്ട്, പുറന്തോടത്ത് ഗംഗാധരേട്ടൻ. ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ ശങ്കരച്ചേട്ടനായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും ഭാഗ്യവും നിർഭാഗ്യവും വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കത്തുന്ന ആകാശമായിരുന്നില്ല അത്. ശോഭേച്ചി ഇരിക്കുന്നുണ്ട് ഇവിടെ. പലപ്പോഴും ഈ കഴിഞ്ഞ റംസാനൊക്കെ പൊട്ടിക്കരയുന്ന ശോഭേച്ചിയും കുട്ടനൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഒരു ഭാഗം ഇങ്ങനെ ജ്യോതിയുടെ ഒരു ഭാഗം തളർന്നു പോയിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു വാടക വീട്ടിൽ.
കവിത പുറത്തു കട ഇതൊന്നുമല്ല കവിത. ജ്യോതി തന്നെ ഒരു കവിതയാണ്. ജ്യോതിപ്രകാശത്തിൻ്റെ പേര് തന്നെ വെളിച്ചത്തിൻ്റെ മനുഷ്യ. ജ്യോതി ജ്യോതി എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലല്ല. ജ്യോതിയുടെ വാടക വീട്ടിലേക്ക് നിങ്ങളൊന്ന് വരണം. അവിടെ ഇങ്ങനെ കിടന്ന് തളർന്നു പോയ ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ 4-5-6 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ശോഭിച്ച് വിളിക്കുകയാണ്. വീണ്ടും അസ്വസ്ഥത, മംഗലാപുരത്തേക്ക് പോവുകയാണ്. കൊറോണയായതോട് ഞാൻ വരണമെന്ന് ചോദിച്ചിൽ ഹോസ്പിറ്റലിൽ ഒരാൾക്കേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോഴും നിലവിളിക്കുന്ന എന്താ പറയുക, ഒരു കവിതയുണ്ട് പ്രിയപ്പെട്ടവരെ. കാവ്യ ചക്രവർത്തിമാരുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ അപക്വമായി പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം. നിരൂത പറയുന്നുണ്ട്, നിൻ്റെ വാക്കുകൾ, നിൻ്റെ ആത്മനൊമ്പരങ്ങൾ, നിൻ്റെ വേദനകൾ, നിൻ്റെ ആത്മനൊമ്പരങ്ങൾ മുത്തായി ജ്വലിക്കുമ്പോൾ ആര് ചോദിക്കുന്നു വെളിച്ചം? മനസ്സാണ്. ഇനി ഒരു വലിയ കവിത ജീവിതമാണ് ജ്യോതി. ജ്യോതി എന്ന് പറയുന്നത് വളരെ സെക്കുലറായ ഒരു മനുഷ്യനാണ്. കെട്ട കാലത്ത് നമ്മുടെ അടുക്കളയിലേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന, നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്ന, മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒരു ഫാസിസം നടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ജ്യോതിയുടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രഭാതത്തിൻ്റെ, ഒരു നനുത്ത പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടാക്കുന്ന നല്ല കൂട്ടുകാരനാണ്, നല്ല വിനയമുള്ള കൂട്ടുകാരനാണ്. അതുകൊണ്ട് ഈ ടൈറ്റിലല്ല, അതിനപ്പുറത്തുള്ള കത്തുന്ന മനസ്സും കത്തുന്ന ചിന്തയും കത്തുന്ന പ്രണയവും, കത്തുന്ന പ്രണയമൊക്കെ സൂക്ഷിച്ച് ആ പ്രണയം നഷ്ടപ്പെട്ടിട്ട് പോലും തൻ്റെ പ്രണയിനെയാണ് ഇപ്പോഴും ശോഭ എന്ന് പറയുകയും തൻ്റെ മകൻ്റെ വേർപാടിൽ ഒരു മകനെ വീണ്ടും കിട്ടിയപ്പോൾ പ്രകൃതിയോളം ദൈവത്തെ വാഴ്ത്തി, കാലങ്ങളെ വാഴ്ത്തിയ എൻ്റെ പ്രിയപ്പെട്ട ജ്യോതി. കണ്ടാൽ നിങ്ങൾ വളരെ പരുക്കനാണെന്ന് തോന്നുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യോതി വളരെ നിഷ്കളങ്കനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ജ്യോതി. ജ്യോതിക്ക് ഞാൻ എൻ്റെ ഹൃദയം സമർപ്പിച്ചിട്ടുണ്ട്. ജ്യോതിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, ദുആ ചെയ്യണം. റംസാനാണ്, ജ്യോതിക്ക് വേണ്ടി ദുആ ചെയ്യാം. ഉമ്മ, ദൈവത്തോട് മാത്രം. ഈ തിരിച്ചുവരവ് കാലത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ്, സ്നേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ്, സ്നേഹത്തിൻ്റെ ഒരു നീരൊഴവ, ഒരു കടല്, ഒരു പ്രകൃതി, ഒരു ഭൂമിയൊക്കെയാണ്. അതിന് പ്രകൃതിയോടും കാലത്തോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജ്യോതി കത്തുന്ന തൻ്റെ മനസ്സിന് പിറകിൽ ഒരു പ്രണയവുമുണ്ട്, ഒരു തീഷ്ണമായ വേദനകളുണ്ട്. ആ വേദനകൾ കൊണ്ട് തന്നെ പറയുന്നു, ഈ വടകരയിലെ ഈ കൂട്ടുകാർ, ഈ ഇത് സമന്വയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സമന്വയയുടെ കൂട്ടുകാർ, നിങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെ എന്താ പറയുക, ഞാൻ ചൂട്ട് കത്തിച്ചതാണ് നിങ്ങൾ. കാണാതെ പോയ ജ്യോതിയെ, നിങ്ങൾ തളർന്നു പോയ ഒരു മനുഷ്യനെ നിങ്ങൾ തെരുവിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ലോകത്തോട് പറയിക്കാൻ നിങ്ങൾക്കേ ആവൂ. ഗംഗാധരേട്ട, രാജൻ ഡോക്ടറെ, നിങ്ങൾക്കേ ആവൂ. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി. എല്ലാം തീർന്നു. മതം, ജാതി. ഞാനൊക്കെ നിരാശനാണ്, വളരെ നിരാശനാണ്. ഒരാളത് ബാക്കിലിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റസാഖിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട കാവ്യ സൗഹൃദം പറഞ്ഞില്ലേ, ഒരു മാധ്യമത്തിൻ്റെ പ്രാദേശിക ലേഖനായി നിൽക്കുമ്പോൾ ഒരു തീവണ്ടി വന്ന് റസാഖിൻ്റെ കാല് കൊണ്ടുപോയതാണ്. പക്ഷെ റസാഖിൻ്റെ മനസ്സ് തീവണ്ടി കൊണ്ടുപോയിട്ടില്ല. റസാഖ് ഇപ്പോഴുമുണ്ട്. എഴഞ്ഞു നീങ്ങുന്ന റസാഖ് ഒരു പ്രകൃതിയാണ്. ഇവിടെ റസാഖിൻ്റെയും മനസ്സ് കത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ഈ സ്നേഹമുണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ സമന്വയമുണ്ടല്ലോ, അതിനു മുമ്പിൽ ഉപ്പ് കൈയാപ്പിക്കുന്നു. ഞാൻ മുരുകൻ കാട്ടാക്കട പറഞ്ഞിട്ടില്ലേ, നമുക്കെല്ലാം എന്തോ ബാധിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾക്കൊക്കെ മതം ബാധിച്ചിരിക്കുന്നു, ജാതി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജ്യോതി ഒരു ജാതിയല്ല, ജ്യോതി ഒരു മതമല്ല, ജ്യോതി ഒരു പ്രണയമാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. നല്ല സ്നേഹത്തിൻ്റെ കണ്ണട നമുക്ക് ജ്യോതിയിലൂടെ ദൈവം തരട്ടെ. ഗോപിയേട്ടനോടും പി ആർ നാളേട്ടനോടൊക്കെ എന്തെങ്കിലും അപക്വമായ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങളും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമന്വയക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ജയ് ഹിന്ദ്. എൻ്റെ പ്രേമാട്ടനെ വിട്ടുപോയി. പ്രേമാട്ട സോറി, മലയാളത്തിൻ്റെ മ്യൂസിക് സൗകര്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2
പ്രശസ്തരായ വ്യക്തികൾ വളരെ അപ്രതീക്ഷിതമായി, പ്രത്യേകിച്ച് ഈ ഗോപി സാറിൻ്റെ ഒരു ശ്രമം കൂടിയുള്ളതുകൊണ്ട് രണ്ടുപേരും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ PR നാഥ്, പ്രശസ്തനായ നോവലിസ്റ്റ്, സാംസ്കാരിക രംഗത്ത് ഒരു കാലത്ത് വളരെ ശക്തനായിരുന്ന വ്യക്തി. അതുപോലെ തന്നെ പ്രിയദർശൻ ലാൽ. ശോഭിച്ച ഈ രണ്ട് വ്യക്തികൾ നമുക്ക് കിട്ടിയെന്നത് വളരെ ഒരു സന്തോഷകരമായൊരു അനുഭവമായി എനിക്ക് തോന്നുകയാണ്. ഒരു കാലത്ത് ഇവരെ രണ്ടുപേരെയും ഞാൻ മലയാള മനോരമയിൽ ഈ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ ഇൻചാർജ് ആയ ഒരു കാലത്ത് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അറിയിച്ചിരിക്കെ ഒരു കാലത്ത് പല സ്ഥലങ്ങളിലും വരുത്തി നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ മനസ്സിലെല്ലാം തന്നെ നന്മയുടെ ഒരു വിത്തുകൾ നട്ട് പൊടിപ്പിച്ച് ശക്തരാക്കി മാറ്റാനും സഹായിച്ചവരാണ്. അതെനിക്ക് ഇന്നും അത് ഓർത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഞാൻ ശ്രീ PR നാഥിനെ നമ്മുടെ സമന്വയ സംസ്കാര വേദിയുടെ ഒരു മൊമെൻറ്റോ ഈ നമ്മുടെ കവിക്ക്, അതായത് കവി പുല്ലനാടിന്, അതായത് ജ്യോതി പുല്ലനാടിന് നൽകുവാൻ ഞാൻ ശ്രീ PR നാഥിനെ ക്ഷണിക്കുകയും അതിനുശേഷം കുറച്ച് വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും. PR നാഥ് കുറച്ച് വാക്കുകൾ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ അധികം ദീർഘിച്ചു പോകില്ല എന്ന് വിനയപൂർവ്വം പറയട്ടെ. ഈ കവിതകൾ എഴുതിയ ജ്യോതിക്ക് ഈ സമ്മാനം കൊടുക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന്. അപ്പോൾ വിധി എങ്ങനെയോ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആണ്. ശോകമുണ്ടാകുമ്പോഴാണ് ശ്ലോകം ഉണ്ടാവുക. ഇവിടെ ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും കാര്യത്തെ ചൊല്ലിയുള്ള ഒരു ശോകം. മിക്കവാറും കവികൾക്കൊക്കെ ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി ഒരു ശോകമുണ്ടായിട്ടുണ്ട്. ആ ശോകമുണ്ടാകുമ്പോഴാണ് മനസ്സൊരു പ്രത്യേക താളത്തിലേക്ക് വരിക. അപ്പം ആ താളത്തിലേക്ക് വരുമ്പോൾ ആ ശോകം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആ താളത്തിലേക്ക് വന്ന് ശ്ലോകമുണ്ടാകുമ്പോൾ ഇത് കവികൾക്ക് മാത്രം ബാധകമല്ല, നമുക്കെല്ലാം ബാധകമാണ്. സാഹിത്യം രചിക്കാത്തവർക്കും കവിത എഴുതാത്തവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വാക്ക് പറയുമ്പോൾ വരെ ശ്രദ്ധിക്കണം, അത് വീട്ടിലാണെങ്കിൽ പോലും. ഇന്ന് നമ്മൾ കുറ്റകൃത്യങ്ങളുടെ പട്ടിക എഴുതുമ്പോൾ ഭവനഭേദനം, ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞ് പല വരികളുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത ഇന്ന് എല്ലാവരും മറന്നു നടക്കുന്ന വലിയൊരു കുറ്റകൃത്യമുണ്ട്. ഈ ലിസ്റ്റിൽ നമുക്കറിയില്ല എങ്ങനെ ഒരു കുറ്റകൃത്യം ഉള്ളത്. രാജ്യഭരണകാലത്ത് 1-ാം നമ്പർ കുറ്റം ഇതൊന്നും ആയിരുന്നില്ല, മോഷണമൊന്നും ആയിരുന്നില്ല. രാജാവിൻ്റെ പ്രതിയായിട്ടുള്ള ഒരാളുടെ പശു അടുത്ത ആളുടെ വീട്ടിലെ പറമ്പിൽ വീണ് നാശനഷ്ടം ഉണ്ടാക്കി. ആ നാശനഷ്ടം സംഭവിച്ചപ്പോൾ അയാൾ പശുവിൻ്റെ ഉടമസ്ഥനെ വന്നിട്ട് കുറേ ശകാരിച്ചു. ശകാരിച്ചതിന് ശേഷം രാജാവിൻ്റെ അടുത്ത് പരാതി കൊടുത്തു. രാജാവ് 2 പേരെയും വിളിപ്പിച്ചു. എത്ര നാശനഷ്ടം ഉണ്ടായി എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പശുവിൻ്റെ ഉടമസ്ഥന് 6 മാസത്തെ തടവ്. തീർന്നില്ല.
ഇവിടെ വന്ന് ശകാരിച്ചപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് പറഞ്ഞത് എന്ന് അന്വേഷിച്ചു. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വാക്ക് പ്രയോഗിച്ചുകൊണ്ടോ എന്നാ ചോദ്യം. അത് വലിയൊരു കുറ്റകൃത്യമാണ്. അതിൻ്റെ പേരാണ് വാക്പാരുഷ്യം. ഇന്ന് അങ്ങനെ ഒരു കുറ്റകൃത്യമുള്ള ഒരു വരുന്നത്. കാരണം ജനാധിപത്യം വന്നു, എല്ലാവർക്കും സംസാരിക്കാം, എന്തും പറയാം, സ്വാതന്ത്ര്യമുണ്ട്, എന്തും പ്രകടിപ്പിക്കാം. ആകെ അത് ചിന്തിക്കുന്ന വിഷയമുണ്ട്. കുടുംബജീവിതം ഭദ്രമാണെങ്കിൽ പോലും വാക്കുകൾ നിയന്ത്രിക്കണം. ഏതൊരു കാര്യം പറയുമ്പോഴേക്കും അതൊക്കെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമാണ്. നമുക്കൊക്കെ വേറെ ആളോട് സംസാരിക്കേണ്ടി വരും. അതിലേക്ക് ആവശ്യമില്ലാത്ത വാക്കാണ് തോന്നുന്നത്. കവികൾക്ക് മാത്രമല്ല എന്നുള്ളത്. കവിത എഴുതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം. വാക്ക് എടുക്കുമ്പോൾ ആ വാക്കിൻ്റെ ആശയം ആവശ്യമില്ലാത്തൊരു വാക്ക് ഇത് വരരുത്. ഇത് കവിതയിൽ നിന്ന് ഇപ്പോൾ പോയി, സാഹിത്യത്തിൽ നിന്നും പോയി. സാഹിത്യത്തിൽ നോവലും കഥയൊക്കെ കിവറച്ചാക്ക് പോലെ ഇഷ്ടം പോലെ വലിച്ചു കയറ്റി എഴുതാം. അപ്പം ആളുകൾ എന്തു ചെയ്യും? ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അതിനെ വലിച്ച് എറിയും. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഉയർന്ന ചിന്താഗതിയാണ് കവിത എഴുതുക എന്നുള്ളത്. അത് ആസ്വദിക്കുക എന്നുള്ളത്. ആ ആസ്വാദനത്തിൽ നിന്ന് ജനം പിന്മാറുമ്പോൾ അവർ പോകുന്ന എങ്ങോട്ടായിരിക്കുന്ന വെച്ചാൽ നമ്മളൊക്കെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും പുറകെ പോകുന്നത് എന്താണ് കാരണം? മൂഡൗട്ട് വരുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ. എല്ലാവരും മൂഡൗട്ട് വന്നു ഒരു സിഗരറ്റ് വലിക്കും. എപ്പോൾ മൂഡൗട്ട് വന്നോ പോകുന്നത് ലഹരിയിലേക്കാണ്. പക്ഷെ കവിത ആസ്വദിച്ച് ശീലിക്കണം. കുറച്ച് ക്ഷമ അതിലേക്ക് ഉണ്ടാകണം. ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം. കോടീശ്വരനായൊരു വ്യക്തി ഉണ്ടായിരുന്നു, ബുദ്ധന്റെ ഭിക്ഷുവർ, ബ്രഹ്മചാരി കോടീശ്വരൻ. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈകുന്നേരം താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എവിടെയാണ് ഒരു വീട്ടിൽ തങ്ങാൻ നടക്കുമ്പോൾ നല്ലൊരു മണിമാളിയെ കണ്ടു. ആ വീട്ടിലെ ഗൃഹനായിക അത്ര സൽപ്പേരുള്ള കൂടുതലല്ല. അവിടെ താമസിക്കാൻ കൊള്ളുന്ന വീടല്ല, ഒരു ഭിക്ഷുവർ. പക്ഷെ ഇദ്ദേഹം അവിടേക്ക് കയറി. അവിടെ കയറി ചെന്നപ്പോൾ ഇത്രയും വലിയൊരു കോടീശ്വരനെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ സ്ത്രീ സൽക്കരിച്ചിരിക്കും. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സൽക്കാരം സ്വീകരിക്കണം. പെട്ടെന്ന് ആഹാരം തന്നെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ഞാനൊരു ആടിനെ മോഷ്ടിച്ചു കൊണ്ടുവരാമെന്ന്. ഈ മോഷണം എന്നുള്ളതൊരു കാരണവശാലും പാടില്ല. ആ ആടിനെ മോഷ്ടിച്ച് കൊണ്ടുവരുന്ന ശേഷം ഞാൻ ഇവിടെ വെച്ച് അതിനെ കൊല്ലും. ഒരിക്കലും ഹിംസിക്കരുത്, ഒരു ജീവിയെയും കൊല്ലരുത്. കറി വെച്ച് ഞാൻ തരും. നാളെ രാവിലെ എൻ്റെ ആടിനെ കണ്ടുവന്ന് അവർ അന്വേഷിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഞങ്ങൾ കണ്ടില്ല, കാട്ടിലേക്ക് പോയിട്ട് വല്ല വന്യമൃഗങ്ങളും പിടിച്ചിട്ടുണ്ടാവുമെന്ന് പറയാം. കള്ളം പറയരുത്, അഹിംസ വേണം, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിശിഷ്ടമായിട്ടുള്ള മദ്യം ഉണ്ട്, അത് 2 പെഗ് കഴിക്കണം. ഒരിക്കലും മദ്യപാനം പാടുക. പിന്നെ അങ്ങ് ഇവിടെ എനിക്കിപ്പോൾ സ്ഥിരമായിട്ടൊരു ഭർത്താവില്ല, ഇവിടെ താമസിച്ച് പോകണമെന്നാണ് ആഗ്രഹം. വ്യഭിചാരം പാപത്തിൽ പാപം, മാറ്റമില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ മര്യാദക്കാരിയാണ്. മാറ്റം വേണ്ട എന്ന് പറഞ്ഞു എഴുതും. പിന്നെ ഇതിലത്തെ ഏതെങ്കിലും ഒന്നൊക്കെ സ്വീകരിക്കാമല്ലോ. എന്താ ഉദ്ദേശിക്കണത്? അല്ലതൊക്കെ നിഷേധിച്ചാലോ? 2 പെഗ് മദ്യം കഴിക്കാം, അതാവാലോ. 2 പെഗ് 3 വേണ്ട. എന്നാ എടുക്കുക. 2 പെഗ് മദ്യം കഴിച്ചപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇപ്പം തന്നെ അടുത്ത വീട്ടിൽ ആടിനെ പോയി മോഷ്ടിച്ചു കൊണ്ടുപോകാം. ആടിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ അടുത്ത് അതിനെ കൊന്നോ.
കൊല്ല പാപ്പല്ല അത്ര വലിയ പാപമൊന്നുമില്ല. അത് ഇറച്ചി ഉണ്ടാക്കി കറി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. നാളെ ഈ ആടിനെ അന്വേഷിച്ച് വരുമ്പോൾ പുലി പിടിച്ചു എന്ന് പറഞ്ഞതൊക്കെയാണ്. എങ്ങനെയുണ്ട്? ആടിനെ മോഷ്ടിച്ച് കൊണ്ടുവരികയും ചെയ്തു, കറി ഉണ്ടാക്കുകയും ചെയ്തു, അതിനെ കൊന്നു കഴിച്ചു. നേരത്തെ ഒരു വരി പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവാവണമെന്ന്. ഞാൻ പെർമനൻ്റ് ഭർത്താവായിക്കൊള്ളാൻ പോലും എവിടെ എത്തി? അപ്പം ആദ്യം പറഞ്ഞത് എന്താ? ഇതിൻ്റെ മുഴുവൻ കാരണം എന്താ? കണ്ടുവെക്കുക. അതുകൊണ്ട് കഴിച്ചപ്പോൾ ദുഃഖം മാറി. സദാചാരപദം. ഇതേ ഒരു കവിത എഴുതിയിട്ട് അതിര് കടക്കുന്നവർ. കവിതയിലൊരു പത്രവാർത്ത അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ്. മദ്യപാനിയായിട്ടുള്ള ഒരാൾ ഭാര്യയെ ചവിട്ടിക്കൊല്ലുകയും ആ ചവിട്ടിയത് ആടി ചവിട്ടിയിട്ടാണ് മരിച്ചു പോയതെന്ന് പറഞ്ഞതെന്നും മറ്റും അതിൻ്റെ അടിക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഇത് കവിതയിൽ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പര്യാപ്തമാകണം. ഏതൊരാൾ എഴുതിയ കൃതിയും നമുക്ക് ചിന്തിക്കാൻ പര്യാപ്തം ആകണം. സകല സാഹിത്യവേദിയിൽ ഞാൻ പറയാറുണ്ട്, എഴുത്തുകാർക്കും ആസ്വാദകർക്കും മാത്രമുള്ളതല്ല സാഹിത്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കവിത പറയുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. വീട്ടിൽ സംസാരിക്കുമ്പോഴും ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴും ഒരു ആശയം വ്യക്തമാക്കാൻ എത്ര വരി വേണം അതേ പറയാവൂ ഭാര്യ ഭർത്താവിനോട്. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഒരു ആശയം വ്യക്തമാക്കണമല്ലോ, അതിലേക്ക് വേണ്ടുന്ന വരി പോരെ. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടുന്ന വരികൾ മാത്രമാണോ തിരഞ്ഞെടുക്കുന്നത്? ആ ആളെ വേദനിപ്പിക്കുന്ന 3-4 വരി അതിൻ്റെ കൂടെ ഉണ്ടാകും, 4 ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ എടുത്ത് കേട്ടാൽ രാജ്യഭരണമാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ കഥയുടെ രാജാവ് വാക്പാരുഷ്യത്തിൻ്റെ ശിക്ഷ 1.5 കൊല്ലം പശുവിൻ്റെ ഉടമസ്ഥന്. പശുവിൻ്റെ ഉടമസ്ഥന് 6 മാസമേ ഉള്ളൂ. കാരണം വാക്പാരുഷ്യം മറ്റാരാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സമൂഹത്തിൽ ഇത്രയും വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ജ്യോതിയെപ്പോലെയുള്ള വ്യക്തികൾ കുറച്ച് വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതിയ ആ കവിതാ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. ആ തിരഞ്ഞെടുത്ത് ആവശ്യമില്ലാത്തതൊന്ന് ഒഴിവാക്കി വന്നപ്പോൾ അത് കവിതയായിട്ട് മാറും. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും എതിർച്ച പ്രസംഗവേദിയിൽ വരുമ്പോൾ ഞാനിവിടെ വാക്പാരുഷ്യം ഉണ്ടാക്കുന്നത് ശരിയല്ലാത്തതിനാൽ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ കോഴിക്കോട്ടേക്ക് സ്ഥലം വിട്ടോളാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട്. കാരണം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ കത്തിന്ന് വിളിക്കുന്ന ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു. അയാളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ആ പ്രഭാഷകൻ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടു. ഇയാളുടെ പ്രസംഗത്തിന് പതിവായിട്ട് വരുന്ന മൈക്കോ ഓപ്പറേറ്ററും ഇതേമാതിരി 2 പേരും കൂടിയാണ് കുറ്റകൃത്യം ചെയ്തു. അപ്പോൾ 2 പേർക്കും വധശിക്ഷ വിധിച്ചു, മൈക്കോ ഓപ്പറേറ്റർക്കും പ്രഭാഷകനും. അങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, അവസാനത്തെ മോഹം എന്താണ്? ഈ പ്രഭാഷകൻ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ പ്രസംഗിക്കണം, മരിക്കുന്നതിന് മുമ്പ്, അതാണ് എൻ്റെ ഒരു മോഹം. മൈക്കോ ഓപ്പറേറ്ററോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസാനത്തെ മോഹം? അവസാനത്തെ മോഹം, ഇയാൾ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ആദ്യം കൊല്ലണം, എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല, എന്നെ ആദ്യം കൊല്ലണം, രണ്ടാമത് വലിയുള്ള കാര്യമൊന്നും. കാരണം കുറേ കേട്ടതാണ്. ഒരിക്കലും വാക്പാരുഷ്യത്തിൻ്റെയൊക്കെ പോകുന്നില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഇനി നല്ല കവിതകൾ എഴുതട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു ബൗളിംഗ് സ്പെഷ്യലിസ്റ്റ് 11ാമനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീ PK ഗോപിയുടെ ഒരു പ്രസംഗം നഷ്ടപ്പെടുത്താനും മാത്രം വിട്ടിയല്ല ഞാനും ശ്രീ PR നാസിനും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേട്ടുകളയാം എന്ന് വിചാരിച്ച് വന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായി. നന്നായിരിക്കും, കുഴപ്പമില്ല. ഏതായാലും ശ്രീ ജ്യോതിയുടെ കവിത ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ കവിത വായിച്ചിട്ട് പുസ്തകം കാണുക ഇപ്പം ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ തലക്കെട്ട് പറഞ്ഞതുപോലെ തന്നെ കത്തുന്ന ആകാശം എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ബാഹ്യപ്രകൃതിയിലുള്ള നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്.
യത് ബ്രഹ്മാണ്ടി തദസ്തി പിണ്ടാണ്ടി എന്ന് പറഞ്ഞ ആയുർവേദായൻ സുശ്രുതനാണ്. നമ്മുടെ ഉള്ളിലൊരു ആകാശമുണ്ട്. ആ പുറത്തെ ആകാശത്തിൽ എങ്ങനെയാണോ ജ്യോതിസ്സുകൾ ഉണ്ടാകുന്നത് അതുപോലെ അകത്തെ ആത്മാവിലും ചിതാകാശമെന്ന് വേദാന്തികൾ പറയും. ഭൂതാകാശവും മഹാകാശവും എന്നൊക്കെയാണ് മറ്റ് പല ഭാഷകൾ പറയുക. ഏതായാലും ഭൂതാകാശത്തിലെ ആദി ചിതാകാശത്തിലും ഹൃദയാകാശത്തിലുമുണ്ട്. അത് നല്ല കവിയായിരിക്കും, സംശയമില്ല. വളരെ ഒതുക്കി എഴുതിയ കുഞ്ഞു കവി എഴുതിയതുകൊണ്ട് ജപ്പാൻകാരതിനെ ഹൈക്കു എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കുഞ്ഞുണ്ണി മാഷ് കുട്ടിക്കവികളായിട്ട് എഴുതിയിട്ടുണ്ട്. വലിപ്പം കൊണ്ടല്ല, അതിൻ്റെ കനം കൊണ്ട് വലിയ കവിതകളാണ്. അതും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ശ്രീ PK ഗോപി സാറിൻ്റെ 2 പുസ്തകങ്ങൾ വരാനിരിക്കുന്നു. ഒന്നിൻ്റെ പേര് മനുഷ്യേശ്വരം എന്ന പേര് തന്നെ നമ്മൾ ഗോമടേശ്വരം, മുരുടേശ്വരം എന്നൊക്കെ കേൾക്കുന്നത് പോലെ നമുക്കൊരു ആകർഷകത്വം ഉണ്ടാകുന്ന ഒരു അപൂർവമായ പേരാണ് മനുഷ്യേശ്വരം. രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് ആത്മം എന്നാണ്. അതിവിശിഷ്ടങ്ങളായ ലഘു കവിതകളുടെ സമാഹാരമാണ്. അതിപ്പോൾ തുടരെ റിലീസ് ചെയ്ത് വരുന്ന ഞാൻ വായിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതായത് ഇത്തരം നല്ല കവിത മഹാരാഷ്ട്രയിൽ ഒരു വാമിൻ റാവു ഉണ്ട്. 6 വരി 4 വരി തൊട്ട് 6 വരി അദ്ദേഹത്തിൻ്റെ കവിതകളുള്ളൂ. പക്ഷേ മഹാരാഷ്ട്രയെ ഒന്നാന്തരം കവിയായിട്ടാണ് അറിയപ്പെടുന്നത്. ചെറിയ കവിതകൾ എഴുതുന്ന ഒട്ടും മോശം കാര്യമല്ല. അങ്ങനെ ഒതുക്കി കുറുക്കി പറയുന്നത് വലിയ കാര്യമാണ്. ജ്യോതിക്ക് അതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യോതി എന്നുള്ള വാക്ക് തന്നെ പ്രകാശമല്ലേ. ആ സ്വാഭാവികമായിട്ടും ആ ഉള്ളിലെ കത്തൽ, ആ പൊള്ളൽ, അത് പ്രകാശമായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജ്യോതിയുടെ കവിതയ്ക്ക് ആശംസയ്ക്കാണ് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ സുഹൃത്താണ്. ജ്യോതിയുടെ കവിതയ്ക്ക് ഇപ്പോൾ ഈ വേദിയിൽ ശ്രീ PK ഗോപിയോളം ആശംസയും പഠനാത്മകമായ ഒരു പ്രഭാഷണവും നടത്തിയത് തന്നെ വലിയൊരു ആശംസയാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഇനി മറ്റാർക്കും ഇനി നൽകാനില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജ്യോതിക്ക് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ പലതും പരിഭവവും സുഹൃത്തും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ജ്യോതിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആശംസ ഒരു കടുകുമണിയോളം വലിപ്പത്തിലുള്ള ആശംസയെ ഞാൻ നൽകുന്നുള്ളൂ. ഒരു കടുകുമണിയോളം വലിപ്പം. അതേസമയം ഒരു ആനയോളം വലിപ്പമുള്ള ആശംസ നൽകുന്നത് വടകരയിലെ സമന്വയ സംസ്കാര വേദിക്ക് ഒരു ആനയോളം വലിപ്പമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എന്നുമീ ചുണ്ടത്തൊരക്ഷരപ്പൂവായി വാടാത്ത മലരായി നീ വിരിയും. എന്നുമീ ചുണ്ടത്തൊരക്ഷരപ്പൂവായി വാടാത്ത മലരായി നീ വിരിയും. മറക്കില്ല മുത്തേ, മറക്കില്ല മുത്തേ ഒരിക്കലും നിന്നെ. മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ, മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ. എന്നുമീ ചുണ്ടത്തൊരക്ഷരപ്പൂവായി പൂവായി പൂവായി വാടാത്ത മലരായി നീ വിരിയും. മറക്കില്ല മുത്തേ, മറക്കില്ല മുത്തേ ഒരിക്കലും നിന്നെ. മനസ്സിൻ്റെ താളം പിഴക്കും വരെ. ഈ ആശംസകൾക്കൊന്നും ഒരു ചാൻസ് ഇല്ല. എങ്കിലും എനിക്ക് 2-3 വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ശ്രമിച്ചോ, ഒന്ന് ലേശം ശ്രദ്ധിക്കുക. ഞാനും
ജ്യോതി പുല്ലനാട്ട്, സുരേന്ദ്രൻ പയ്യാനക്കൽ ഒക്കെ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. മഹാനായ ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 5 പേർ ചേർന്ന് ചിലങ്ക കോഴിക്കോട് എന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു പഠിക്കുന്ന കാലത്ത്. അങ്ങനെ കുഞ്ഞിന് മാഷിൻ്റെ കൂടെ കവിത ചൊല്ലി നടന്ന ആളുകളാണ് ഞങ്ങൾക്ക്. അത് കുട്ടിക്കവിതകളാണ്. പിന്നെ എനിക്കും സുരേന്ദ്രനും, പിന്നെ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തത് സുരേന്ദ്രൻ പയ്യാനക്കലാണ്. പിന്നീട് എനിക്കും സുരേന്ദ്രനും ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. ഞങ്ങൾ പോയി. പിന്നെ ജ്യോതി ഗൾഫിലേക്ക് പോയി. പിന്നെ ജ്യോതി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. പിന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോന്നു, വടകരയിൽ സെറ്റിൽ ചെയ്തു. നല്ല ഒരു വേദി ഒരുക്കാൻ ഈ വളരെ വൈകിട്ടാണ് ഈ ജ്യോതിയുടെ ഒരു കവിത സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുന്നത്. അപ്പം ഞങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സമന്വയ വേദി ആണ് ഇത്രയും നല്ലൊരു വേദി ഒരുക്കാൻ കാരണമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് പ്രത്യേകം ഞാൻ ആദ്യം നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ ഇതുപോലുള്ള ഈ വടകരയിലെ നൂറ ബുക്സിന് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹത്തിനും എൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് നന്ദി പറയുന്നത്. എന്ന് പറയാൻ വേറെ ആളുണ്ട് എങ്കിലും ഈ വടകര ഈ ഭാഗത്ത് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി അദ്ദേഹത്തിൻ്റെ കവിതകളെ മുക്തകണ്ഠം ആകാശത്തോളം ഉയർത്തി. ആകാശം, കത്തുന്ന ആകാശം, അതിനെപ്പറ്റി ഒരുപാട് വ്യാഖ്യാനിക്കാനുണ്ട്. ഈ കവിത വ്യാഖ്യാനിക്കുമ്പോഴുമാണ് അത് ഔന്നത്യത്തിലെത്തുന്നത്. ഇപ്പം നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുന്നത് ഒരു ഫ്രഞ്ച് ഫിലോസഫർ പറഞ്ഞ വരികളാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻസ് ആർ വെരി ഫേമസ് ഫോർ 2 things. One is to produce a large number of babies and obsession in politics. അതാണ് നടക്കുന്നത്. ഒരു മാറ്റവും നമുക്ക് വന്നിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെപ്പറ്റി, ഇന്ത്യയുടെ ജനതയെപ്പറ്റി ചിന്തിച്ച ഒരു മഹാപണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ. അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കത്തുന്ന ആകാശം എന്ന് പറയുമ്പോൾ കത്തുന്ന ഇന്ത്യയെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശരിക്കും പ്ലെയിൻ പൊളിറ്റിക്സ് അല്ല നമ്മൾ നടത്തണം. വി ആർ പ്രൊഡ്യൂസിങ് ബേബീസ് എന്ന് പറഞ്ഞതുപോലെ വി ആർ പ്ലെയിൻ പൊളിറ്റിക്സ്. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ കവിതയൊക്കെ വരുന്നതും കവിതയെപ്പറ്റി ചിന്തിക്കുന്നതും. എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് നമ്മൾ സുഹൃത്തുക്കൾ കഴിഞ്ഞു. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറിയ ഒരു വ്യക്തിയാണ്. ഈ വൈകിയ വേളയിൽ ഇനിയും ധാരാളം കവിതകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുമാറാവട്ടെ. അതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ നേരത്തെ ചടങ്ങിൽ പങ്കെടുത്ത മലയാള സാഹിത്യത്തിലും വ്യാപരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരു മഹത്തായ ചടങ്ങാണ് കഴിഞ്ഞു പോയത്. നമ്മുടെ സുഹൃത്ത് ജ്യോതി പുല്ലനാടിൻ്റെ കത്തുന്ന ആകാശം എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം. ഞാൻ ഏറെ വൈകിയ വേളയിലും പരിമിതമായ അറിവും ഉള്ളതിനാൽ തന്നെ ഒരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. എങ്കിലും നമ്മുടെ ജ്യോതി പുല്ലനാടിനെ എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷത്തോളം ഉള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഈ സമയത്ത് ഈ കവിതയുടെ ഈ 2 വർഷം മുമ്പ് തന്നെ ഒട്ടേറെ ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുമുണ്ട്. ഈ ഒരു വേളയിൽ തന്നെ തൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ്, ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചും പറയാം. ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ എന്നും അത് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന.
ഇവിടെ അദ്ദേഹത്തിൻ്റെ കത്തുന്ന മനസ്സാണ് ഇവിടെ പ്രകാശിതമായത് എന്നാണ് നേരത്തെ ഇവിടെ സംബന്ധിച്ച പി.കെ. ഗോപിയെ പോലുള്ള, നേരത്തെ പുസ്തക പരിചയം നടത്തിയ ഡോക്ടർ കെ.എം. ഭരതനെ പോലുള്ള ഇവർ ഇവിടെ സംബന്ധിച്ചത്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കത്തുന്ന ഒരു ചൂളയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് നീറിപ്പുകയാണ്. അത് പുകഞ്ഞ് മൗനമായി കത്തുക എന്ന് പറയുന്നത് നമ്മൾ ആളിക്കത്തൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് പുകഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് വമിക്കുകയാണ്. അതിൻ്റെ സുഗന്ധം നമ്മളെല്ലാം ഏറ്റുവാങ്ങണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റസാഖ് കല്ലേരി, അതുപോലെ തന്നെ പുറന്തോടത്ത് ഗംഗാധരേട്ടൻ, സമന്വയ ജനസാംസ്കാരിക വേദിയുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ ചടങ്ങിന് കാരണക്കാരനായ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ജ്യോതി പുലനാട് അവർക്കും ഇനിയും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് സൃഷ്ടികൾ ഉണ്ടാകട്ടെ, അത് നമ്മളിലേക്ക് പടർന്ന് പരിലസിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജ്യോതി പുലനാട്ടിൻ്റെ കത്തുന്ന ആകാശം എന്ന കവിതാ സമാഹാരം ഈ ചടങ്ങിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ഭാവി സാഹിത്യ ജീവിതത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ ഇരിക്കുന്ന ആദരണീയരായ വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നല്ല പ്രസംഗങ്ങൾ കേട്ടു. ഇനി കൂടുതൽ സംസാരിച്ച് ഞാൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. എങ്കിലും ഇവിടെ ഇന്ന് പ്രകാശിപ്പിച്ച എൻ്റെ ജീവിതം തന്നെയായിരുന്നു എൻ്റെ കവിതകൾ. എന്നെ മെതിച്ചിട്ട് പോയ എൻ്റെ ആത്മവേദനകളും എന്നിലേക്ക് തറച്ചു കയറിയ എൻ്റെ സഹജീവികളുടെ മൗന നമ്പരങ്ങളും ഞാൻ നടന്നു വന്ന നാട്ടുവഴികളും നാട്ടുവർത്തമാനങ്ങളും മാത്രമായിരുന്നു എൻ്റെ കവിതകളായി രൂപാന്തരപ്പെട്ടിരുന്നത്. എൻ്റെ ബാല്യം എനിക്ക് ഏൽപ്പിച്ചു തന്ന മുറിവുകൾ എൻ്റെ വസന്തകാലത്തും എന്നെ പിന്തുടരുകയായിരുന്നു. സ്നേഹനിധിയായ എൻ്റെ പിഞ്ചോമനപുത്രൻ ജിതിമോന്റെ നഷ്ടസ്മൃതികളുടെ വേദന സഹിച്ചപ്പോൾ എൻ്റെ മനസ്സ് മാത്രമായിരുന്നില്ല കത്തിയത്, ആകാശവും പ്രകൃതിയും കത്തിപ്പോയിരുന്നു. എവിടെയൊക്കെ ഞാൻ സ്നേഹത്തിൻ്റെ ചൂട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ നെഞ്ചിൽ വേദനകളുടെ തീക്കനലുകളെറിയുകയായിരുന്നു. വീണ്ടുകൂറിയ കാൽപാദങ്ങൾ, വരണ്ടുണങ്ങിയ ആർദ്ര മനസ്സുകൾ, കത്തുന്ന ആകാശം, ഭ്രാന്തളകിയ കാട്ടുപൂച്ചകൾ, ഇവയെല്ലാം ഞാൻ നോക്കിക്കാണുകയായിരുന്നു.
ജീവിതം ദുരിതപൂർണമായി ഒരു ഭാഗം തളർന്നു കിടക്കേണ്ടി വന്നപ്പോഴും എൻ്റെ കവിത പോലെ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചത് എൻ്റെ സഹധർമ്മിണിയും എൻ്റെ പ്രിയപ്പെട്ട മകനും എൻ്റെ ആത്മസുഹൃത്തുക്കളും മാത്രമായിരുന്നു. ഓണവടികളില്ലാതെ എന്നെ നടക്കാൻ പഠിപ്പിച്ചതും ഇവരായിരുന്നു. അപ്പോഴും കത്തുന്ന കവിതകൾ, തീതുപ്പുന്ന അക്ഷരങ്ങൾ, വലിച്ചിട്ട പ്രണയങ്ങൾ, ഇവയെല്ലാം ഞാൻ പേറി നടക്കുകയായിരുന്നു. നേരത്തെ എൻ്റെ ഉറ്റ സുഹൃത്ത് മൗദൂദായത്ത് പറഞ്ഞതുപോലെ നിരൂപയുടെ ഒരു കവിതയുണ്ട്. നിന്റെ ആത്മവേദനകൾ മുത്തായി ജ്വലിക്കുമ്പോൾ ആര് ചോദിക്കുന്നു വെളിച്ചം? ഈ വെളിച്ചത്തിന് വേണ്ടിയാണ് പ്രിയ സുഹൃത്തുക്കളെ ചിതറിത്തെറിച്ച എൻ്റെ വാക്കുകൾ കത്തുന്ന ആകാശമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ കത്തുന്ന കനലുകൾക്ക് നടുവിലിരുന്ന് ഞാൻ രചിച്ച എൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ നിഴലും നിലാവുമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആത്മസുഹൃത്തുക്കൾക്ക്, അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഈ വേദി ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ കൊറോണ കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അതുപോലെ തന്നെ മഹാപ്രതിഭകൾക്കും ഓർമ്മപ്പൂക്കളർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീ ജ്യോതി പുല്ലനാട്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ ഈ നന്ദി പറയുന്നവർ വളരെ ദുഃഖിതരായിരിക്കും. കാരണം ഒരുവിധം പോകേണ്ടവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് നന്ദി പറയാൻ ആളെ വിളിക്കുന്നത്. ഒരുവിധം ഏകദേശം പോകേണ്ടവരൊക്കെ പോയി പരിപാടിയൊക്കെ ഏകദേശം തീരുമ്പോഴാണ് നന്ദി പറയുക എന്ന ചടങ്ങ്. ശരിക്കും ഒരു പകുതി എത്തുമ്പോഴെങ്കിലും നന്ദി പറയുക എന്ന പരിപാടി മേലിലെങ്കിലും ആവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം എല്ലാവരും പോയിട്ട് ഈ കസേരയോട് നന്ദി പറയുന്നതിൻ്റെ ഒരു ഭംഗിയില്ലായ്മ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിനൊരു മറുവശമുണ്ട്. ഈ ഇരിക്കുന്ന ആളെല്ലാം ഈ നന്ദി പറയുന്ന ആളെ സ്നേഹിക്കുന്ന ആളാണ് എന്നൊരു കാര്യമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കും പോവാലോ, ഇതിപ്പോൾ ഇവിടുന്ന് പിരിയുമ്പം പൈസയൊന്നും തന്നിട്ടല്ലാലും പിരിക്കുന്നത്. അപ്പോൾ ആർക്കും ഏത് സമയത്തും എണീറ്റ് പോകും. പക്ഷേ നിങ്ങളിരുന്നത് എൻ്റെ നന്ദി പ്രകടനം കേൾക്കാനല്ല, ജ്യോതിയോടുള്ള ഇഷ്ടം കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ആ സ്നേഹത്തെ ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമാണ് ഒരു നന്ദിക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഈ PK ഗോപി സാറ് സൂചിപ്പിച്ച പോലെ ഒരു അതിജീവനത്തിൻ്റെ കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെ അനുഭവ പാഠങ്ങളുണ്ട് ഈ ജ്യോതി പുല്ലനാട്ട് എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്തിന്. എന്താണ് ആ അനുഭവത്തിൻ്റെ ഒരു തീച്ചൂളയിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ വല്ലാത്ത വേദനയുടെ തീച്ചൂളയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ ജ്യോതി. അദ്ദേഹം അതിജീവിച്ചവനാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു.
സ്ട്രോക്ക് വന്നാൽ സാധാരണഗതിയിൽ ആരും ശരിക്കുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടാറില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ മഹാകരുണ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ ഒരവസ്ഥയിലേക്ക് വന്നു എന്നത് ഞാൻ സർവാത്മന എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതിനൊരു കാരണം നേരത്തെ ഗോപി സാർ പറഞ്ഞിട്ടുണ്ട്, അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങൾ ഒരിക്കലും ആളെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ലൈബ്രറിയനായി ജോലി ചെയ്യുന്നത്. അവിടെ നേരത്തെ ഗോപി സാറ് സൂചിപ്പിച്ച പോലെ മെഡിക്കൽ ബുക്സ് മാത്രമേ ഉള്ളൂ, പഠിക്കാനുള്ള ബുക്സ് മാത്രമേ ഉള്ളൂ. അവിടെ ഞാനാണ് നേരത്തെ, അത് ഞാനാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നേരത്തെ ഗോപി സാറ് സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം പറയുകയാണ്. കുറച്ച് നാടകവും നോവലും ഒക്കെ ഒരുക്കിക്കൊണ്ടൊരു സർഗം വായന മൂല എന്ന പേരിൽ ഒരു ലൈബ്രറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഈ അതിജീവനത്തിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അതിജീവനത്തിൻ്റെ പിന്നിൽ അക്ഷരങ്ങൾക്ക് പുറമെ, വായനക്ക് പുറമെ, പുസ്തകങ്ങൾക്ക് പുറമെ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി, രണ്ട് വ്യക്തികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ശോഭേച്ചിയാണ്. ആ മഹാസ്നേഹത്തിനു മുമ്പിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു, നമ്മളൊന്നും ഒന്നുമല്ലായിരുന്നു. ആ സ്നേഹത്തിനു മുന്നിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നൊരു സംഗതിയാണത്. കാരണം അധിക സമയങ്ങളിലും ഞാൻ ജ്യോതിയുടെ വീട്ടിൽ പോകാറുണ്ട്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എനിക്കൊരു പെങ്ങളാണ്, രണ്ടാമത്തെ പെങ്ങളായിട്ട് ഞാൻ ഈ ശോഭേച്ചയെ കാണുന്നു. ആ ഒരു പരിചരണം, ആ ഒരു സ്നേഹം, ഈ ജ്യോതിയേട്ടൻ്റെ അല്ലെങ്കിൽ ജ്യോതിയുടെ എല്ലാ വാശികൾക്കും എല്ലാ ഇതിനും ഉപരി ആ ഒരു സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ജ്യോതിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സുബ്രഹ്മണ്യം കല്ലായിയെ പോലുള്ള വേറൊരാളും കൂടിയുണ്ട്, സുരേന്ദ്രൻ പയ്യാനക്കല പോലുള്ള, അതുപോലെ തന്നെ വടകരയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള പേരെടുത്ത് പറയാത്ത കുറേ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഈ ശോഭേച്ചിയെ മാറ്റി നിർത്തി ശോഭേച്ചിയെ കൂടാതെ ഉണ്ട് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൗനം എന്ന കവിത, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പ്ലേ ചെയ്ത പിന്നെ കവിത, മകൻ്റെ വേർപാടിലുള്ള ദുഃഖത്താൽ നീറി എഴുതിയ ആ കവിത, നമ്മുടെ പ്രിയപ്പെട്ട വടകരയുടെ പാട്ടുകാരൻ എന്ന് നമുക്ക് സ്വകാര്യമായി അഹങ്കരിക്കാൻ തക്ക സാധ്യതയുള്ള പ്രേംകുമാർ മാഷ് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പം വലിയ ആൾ തന്നെയാണ്, പക്ഷേ അദ്ദേഹം ഏതൊക്കെ നിലയിൽ ആളുകൾ എടുത്തുയർത്തുമായിരുന്നു. പക്ഷേ പ്രേംകുമാർ മാഷ് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോഴും വാട്സപ്പോ ഫേസ്ബുക്കോ ഉപയോഗിക്കാത്തൊരു സംഗീതകാരനുണ്ടെങ്കിൽ അത് പ്രേംകുമാർ മാഷാണ്. അദ്ദേഹം പറഞ്ഞത് ആ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വേറെ ആള് അല്ലെങ്കിൽ എൻ്റെ മകൻ ഉപയോഗിക്കട്ടെ, എന്നിട്ട് ആ സൗഹൃദങ്ങളൊക്കെ അവർക്കാവട്ടെ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് പ്രേംകുമാർ മാഷ്. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ പ്രേംകുമാർ മാഷ് അല്ല ഇവിടെ കഥാനായകൻ എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഏതായാലും വടകരയുടെ പാട്ടുകാരനാണ് പ്രേംകുമാർ മാഷ്. ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളോടെല്ലാം നന്ദിയുണ്ട്. ഓരോരുത്തരോടും ഇവിടുന്ന് എണ്ണിത്തുടങ്ങി ഇങ്ങനെ തിരിഞ്ഞു വന്ന ഓരോരുത്തരോടും നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ഇരുന്നതിന് എന്നാണ് ഒന്നാമത്തെ നന്ദി. നിങ്ങൾക്ക് നേരത്തെ പോകാമായിരുന്നു, വീട്ടിൽ എത്തി പിന്നെ വിശ്രമിക്കാമായിരുന്നു, എന്നിട്ടും നിങ്ങൾ പോയില്ല. അതിനൊരു കാരണം ഈ ഒരു ചടങ്ങുമായി ഒരു വല്ലാത്തൊരു ഹൃദയബന്ധം നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ സാധാരണ നമ്മൾ പുസ്തക പ്രകാശനങ്ങളിൽ കാണുക ഒരു 15 ആളും പുസ്തക പ്രകാശനവും, അതാണ് നമ്മുടെ ഒരു നടപ്പ് രീതി. ഇവിടെ അതായിരുന്നില്ല. ഒരുപാട് ഈ വേദി, ഈ ഹാള് നിറഞ്ഞ് തിങ്ങി അവസാനം സീറ്റില്ലാതെ പുറത്ത് ഇറങ്ങി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്താണ് അതിൻ്റെ കാരണം എന്നെനിക്കിപ്പോൾ പിടികിട്ടിയിട്ടില്ല. കാരണം പുസ്തക പ്രകാശന ചടങ്ങ് അങ്ങനെ നടക്കാറില്ല. ഏതായാലും അതിൻ്റെ പിന്നിൽ
പിന്നിലുമുണ്ട് ഇവർ രണ്ടുപേരും അതിൻ്റെ പിന്നിലുമുണ്ട്. ഒരു കല്യാണത്തിന് എങ്ങനെയാണോ ആളുകളെ ക്ഷണിക്കുന്നത്, അതുപോലെയാണ് ഒരു പുസ്തക ചടങ്ങിന് ആളുകളെ ക്ഷണിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നത് തന്നെയാണ് സത്യം. ഇനിയും കുറേ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭരതൻ മാഷ് ഉൾപ്പെടെ, പുസ്തകം പരിചയപ്പെടുത്തിയ ഭരതൻ മാഷ് ഉൾപ്പെടെ സംസാരിച്ചവർ, നോട്ടീസ് കയ്യിലില്ല, അതുകൊണ്ട് എനിക്ക് പേര് മനസ്സിലാകുന്നില്ല. നോട്ടീസ് കയ്യിലില്ലാത്ത, ഇവിടെ ഒന്നും നോട്ടീസില്ല, എല്ലാം തീർന്നുപോയി. അപ്പം പിന്നെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്, നോട്ടീസ് വായിച്ച് നന്ദി പറയാന്നുള്ളത്. അതുകൊണ്ട് മാത്രം വായിക്കുകയാണ്, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അമയ പി, ശ്രീരുദ്ര എസ് സി, അതുപോലെ തന്നെ മധു മലയിൽ, പുറന്തോടത്ത് ഗംഗാധരൻ, കെ രമ, പി കെ ഗോപി സാറ്, ഡോക്ടർ AK രാജൻ, ഡോക്ടർ KM ഭരതൻ, മൊയ്തു താഴത്ത്, പ്രേംകുമാർ വടകര, സുരേന്ദ്രൻ പയ്യാനക്കൽ, സുബ്രഹ്മണ്യൻ കല്ലായി, മനോജ് ചെരണ്ടത്തൂർ, മഠത്തിൽ ദിവാകരൻ, റസാക്ക് കല്ലേരി. എനിക്ക് തന്നെ ഒരു നന്ദി കിടന്നിട്ട്. PR നാഥൻ, പ്രിയദർശൻ ലാൽ, ഇവർക്കും അവസാനം പറഞ്ഞ ആക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, അതിനുപരിയായി പിന്നെ ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് പേര് മൊത്തം അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ഒരു പേര് പറയുമ്പോൾ മറ്റേ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പം വരും എന്നുള്ളതുകൊണ്ടും പേര് ഞാനത് പറയുന്നില്ല. പ്രേംകുമാർ മാഷ്ക്ക് എന്തോ പറയാണ്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സ്നേഹവും സൗഹൃദവും ഇനിയും വരുന്ന നൗറ ബുക്സിൻ്റെ പുസ്തക പ്രകാശനങ്ങളിൽ എന്നെ അറിഞ്ഞുകൂടെങ്കിലും നിങ്ങളെല്ലാം പത്രത്തിലോ മറ്റോ കണ്ടാലും വരണം, വന്ന് അനുഗ്രഹിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആരോഗ്യവും സമാധാനവും സന്തോഷവും. ശശിയേട്ട, നിങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്, ഒരാത്ര പേര് പറയുന്നില്ല, ചായ കൊടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷ എന്നൊന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ഭാഷ എന്നൊന്നുണ്ട്. എൻ്റെ വാക്കുകളല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഉപയോഗിച്ച് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എന്നുമീ ചുണ്ടത്തരക്ഷരപ്പൂവായി വാടാത്ത മലരായി നീ വിരിയും. മറക്കില്ല മുത്തേ ഒരിക്കലും നിന്നെ. മനസ്സിൻ്റെ താളം പിഴക്കും വരെ, മനസ്സിൻ്റെ താളം നിലയ്ക്കും വരെ, മനസ്സിൻ്റെ താളം നിലയ്ക്കും വരെ.